all. വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. അപ്പം ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റോൺ ഹെവൻ വരെ പോവാണ്. അവിടെ പോയിട്ട് ഡുനോട്ടർ കാസിൽ അല്ലേ, അത് കാണാൻ വേണ്ടി പോവാണേ. അപ്പം ഞാൻ സാൻഡ്ര, ഇതാണ് ഞങ്ങളുടെ മൂത്ത പുത്രി ഇമ. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ മോൺറോസിൽ നിന്ന് സ്റ്റോൺ ഹെവനിലോട്ടുള്ള ബസ്സിൽ കയറി. സ്റ്റോൺ ഹെവൻ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. സ്കോട്ടിഷ് കോസ്റ്റ് ലൈനിൽ കൂടെയാണ് ബസ് പോകുന്നത്. ഇതൊരു ഡബിൾ ഡക്കർ ബസ്സായതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. നല്ല സൂപ്പറായിരുന്നു. പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ. വഴി പോകുന്നതെല്ലാം ഓൾമോസ്റ്റ് കുറേ സ്ഥലത്തൂടെ നമുക്ക് കടലിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ കാടുകളും അരുവികളും പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലിങ്ങൊക്കെ പോലെ തോന്നി. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ടായിരുന്നു. ബസ്സിൽ കയറിയ ഉടനെ നിസാമോൾ ഉറങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇമാമോൾ അവളുടെ ബ്ലാക്കിയെയും കുറേ നേരം കൈ പിടിച്ചുകൊണ്ട് പുറത്തോട്ടുള്ള ഭംഗിയെല്ലാം നോക്കിയിരിക്കുമായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിന്ന് ഡുനോട്ടർ കാസിലാണല്ലോ കാണാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു വലിയ പാറയും ആ പാറയുടെ മുകളിൽ പണ്ടുണ്ടായിരുന്ന കുറേ കാസിലിൻ്റെയും അതുപോലെ വേറെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെയും റൂയിൻസാണ്. സ്കോട്ട്ലൻഡ് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു 160 ഫൂട്ട് ഹൈറ്റുള്ള ഒരു പാറയുടെ മുകളിലാണ്. ആ പാറയുടെ ത്രീ സൈഡ്സിലും നോർത്ത് സീ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കുന്ന് കയറിയും ഇറങ്ങിയും ഒക്കെ വേണം നമ്മൾ ഇതിൻ്റെ വ്യൂ പോയിൻറ്റിലും ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ, അവിടം വരെ ഇനി നമ്മൾ നടക്കണം. അപ്പനൂടെ എവിടെ പോവാ? ആണോ ഇസ? ഇവിടെ കാർ പാർക്കിങ്ങിൽ എത്തി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി കാറുകളൊക്കെ കാണാം. അങ്ങ് അവിടെ കാണുന്നത് ഒരു ഷോപ്പാണ്. ഇവിടെ ഞങ്ങൾ വന്ന വഴിക്ക് ആകപ്പാട് ഇത് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം വേണ്ട സ്നാക്സും ടീയും കോഫിയും എല്ലാം കിട്ടും. ഓപ്പണിംഗ് അവേഴ്സ് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ. അഡ്മിഷൻ ചാർജസ് അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു സ്പോട്ടിൽ കാർ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അല്ലേ, 200 മീറ്റർ നടന്ന് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് 2 വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. കാണിക്കാം. ഇതിൽ കൂടെ നടന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഗ്യാസിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലം. അതുപോലെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം വ്യൂ പോയിന്റിൽ പോകുന്നില്ല, പിള്ളേരുള്ളത് കാരണം. ഇവിടെ എത്തിയിരിക്കുകയാണ്. അതാണ് കാണാൻ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. പക്ഷെ നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ ജാക്കറ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. തണുപ്പില്ല എന്ന് ആരും വിചാരിക്കരുത്, നല്ല തണുപ്പ്.
ഞങ്ങൾ നടന്ന് താഴെ വരെ എത്തി. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ റോക്കിൻ്റെ കാര്യം. ഈ റോക്കിൻ്റെ മുകളിലാണ് റൂയിൻസ് എല്ലാം ഉള്ളത്. റോക്കിന് പറയുന്ന പുഡിംഗ് സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര് ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. കയറി ചെല്ലുന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തോട്ട് പോകുന്നത്. ഇത് നമുക്ക് തന്നേക്കുന്ന റൂട്ട് മാപ്പ് അല്ലേ, എവിടെയൊക്കെ കവർ ചെയ്യണം ഇങ്ങനെ പോകണമെന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്കല്ലേ? ഇപ്പം തന്നെ ഞാൻ ചാവാറായി. ഇത് വൺ വേയാ? എന്തായിരുന്നു പെറ്റ് ലയണിനെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഇവിടുത്തെ രാജാവ് അതിന്റെ സ്ഥലമാണ് ലയൺ. ഇവിടുത്തെ പെറ്റ് ഒരു ലയണായിരുന്നു. ഇതാണ് ബെനോംസ് ലോഡ്ജിങ്. റോബർട്ട് കീത്ത് എന്ന് പറയുന്ന ഏൾ മാർഷലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിനകത്ത് കാസിലിനെ കുറിച്ചിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മുടെ ഫുൾ ഡൊണാറ്റർ കാസിലിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പിന്നെ വാറിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പണ്ടുണ്ടായിരുന്ന പണ്ട് ഇവിടുന്ന് കിട്ടിയ കുറച്ച് കോയിൻസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവർ ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു സീക്രട്ട് പാസേജ് ആണ്. ഇതിൽ കൂടെയാണ് വില്യം വാളേസിന്റെ സ്കോട്ടിഷ് ആർമി ഈ കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറുന്നത്. ഇതിപ്പോൾ ഒരു വിഷ്വലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കോയിൻസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ശരിക്കും ആ കാസിൽ എന്ന് പറഞ്ഞാൽ കീപ്പ് എന്നാണ് അവര് പേരിട്ടത്. അവള് അങ്ങോട്ട് പോയി. ബ്ലാക്ക് സ്മിത്ത് ഇവിടെ ഇരുന്ന ജോലി. ഇവിടേക്ക് വേണ്ട ബോൾസും സാധനവും നട്ട്സും എല്ലാം ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഹോഴ്സസിന് വേണ്ട സാധനങ്ങളും എല്ലാം ഫുൾ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. രാജാക്കന്മാരൊക്കെ നാട് കാണാൻ പൊക്കൊണ്ടിരുന്ന കുതിരയുടെ പുറത്താണ്. പാർക്കിങ്ങാ? പണ്ട് വണ്ടികളൊന്നുമില്ല, ഹോഴ്സസ് ആയിരുന്നു അവരുടെ വണ്ടി. കുതിര എങ്ങനെ എന്റെ മുകളിൽ കയറ്റി? കുതിരയൊക്കെ ചാടി ചാടി കയറുമല്ലോ. സ്റ്റെപ്പില്ലായിരുന്നു അങ്ങോട്ട്? വേറെ വഴിയുണ്ടോ? പണ്ട് ഇവിടെ ഇങ്ങോട്ട് ആക്രമിക്കാൻ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടാണ് നമ്മള് തിരിച്ചറ്റാക്ക് ചെയ്യുന്നല്ല, വന്ന് പറയണ്ടേ, അവിടെ പോയിട്ട് പറയണ്ടേ രാജാവിനോട് ആരെങ്കിലും വരുന്നുണ്ടെന്ന്. അതിനാണ് സംഭവം ഇത്. പിന്നെ ഇത് ഏത് സീ ആണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പറയാവോ? ദിസ് ഈസ് നോർത്ത് സീ. 16th സെഞ്ചുറിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ചാപ്പലിലെ റിമെയിൻസ് ആണ് ഈ കാണുന്നത്.
വില്യം വോളേസിന്റെ ആർമി ഈ സ്ഥലം അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് സോൾജേഴ്സ് രക്ഷപ്പെടാൻ കയറിയ സ്ഥലമാണ് ഈ ചാപ്പല്. ഇതിനകത്ത് ഒളിച്ചിരുന്ന ഇംഗ്ലീഷ് സോൾജേഴ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർമി ഈ ചാപ്പല് തീയിട്ട് നശിപ്പിച്ചു. ഇത് സിസ്റ്റാണ്. ഇവിടെ നിന്നായിരുന്നു ഈ അടുക്കളയിലോട്ടും കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെള്ളം എടുത്തോണ്ട് ഈ ക്യാസിലോട്ട്. ഇപ്പോഴും ഇതിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ള കുറെ ആൾക്കാർ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചിയെ ഗ്രീൻ കളറിൽ തുണിയിട്ട ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു കുറ്റമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടിടും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു വിടും. എനിക്ക് അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്ത ആൾക്കാരല്ല, കുഞ്ഞു കുറ്റങ്ങൾ, ചെറിയ മോഷണവും പിടിച്ചുപറിയും കുറച്ച് നാൾ കഴിയുമ്പോൾ പറഞ്ഞു വിടും. പിന്നെ അവർ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ തിരിച്ചു വരും. തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. അത്ര ഭംഗി സുഖമുള്ള സ്ഥലമൊന്നും അല്ല. രാജാക്കന്മാരൊക്കെ ഉണ്ട്. സൂപ്പറായിട്ട് വഴി കൂടെ താഴത്തെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് സെർവ് ചെയ്യാനൊരു വഴി, പക്ഷേ കണ്ടുപിടിക്കാം. ഇതാണ് ഇവിടുത്തെ ഡ്രോയിങ് റൂം. ഈ റൂം മാത്രമാണ് ഈ ഡൊണാട്ടർ കാസിൽ വിറ്റ് കഴിഞ്ഞിട്ടും അവർ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ച ഒരു റൂമാണിത്. ഇതിന്റെ വുഡൻ റൂഫ് എല്ലാം ഇപ്പോഴും ഇവര് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കൗണ്ടസ് രാജാവിന്റെ ഭാര്യയുടെ ബെഡ്റൂമാണ്. രാജാവിന്റെ ഭാര്യയുടെ ബെഡ്റൂം പുള്ളിക്കാർക്ക് റിലാക്സ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ മുതലാണ് ഏൺ മാഷിൽ എന്ന് വെച്ചാൽ രാജാവിന്റെ മുറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കാണുന്നത് റിസപ്ഷൻ ആണ്. റിസപ്ഷൻ കഴിഞ്ഞ് അകത്തോട്ട് പോകുന്നത് ബെഡ്റൂമിൽ ഫയർ പ്ലേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാസിലെല്ലാം ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇതാണ് പുറത്തോട്ടുള്ള വഴി. ഇതിലെ കൂടെ ഇറങ്ങി നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തോട്ടാണ്. നല്ല സൂപ്പറായിട്ട് ആ സ്റ്റെപ്പെല്ലാം കയറി മടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കാൻ പോവാണേ. അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇമ്മാമോൾ ഉറങ്ങി പോകുന്ന തോന്നിയപ്പം ചാടിച്ച് കൊണ്ടുപോവാണ്. ഇസാമോള് ഉറങ്ങി. തിരിച്ചപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ എത്തിയപ്പം ഇമാമൊക്കെ ഒരു കൂട്ടുകാരിയെ കിട്ടി. അവർ കുറച്ചു നേരം ബസ് വരുന്നവരെ അവിടെ കളിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ വിശന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ സ്റ്റോൺ ഹെവനിൽ എത്തിയപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്സ് എല്ലാം 4:30 ആകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഗ്രേപ്സിൽ നിന്ന് കുറച്ച് സാധനം ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറ്റാനുള്ളത് വേണ്ടിയിട്ട്